ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ദൈവപുത്രന്റെ പിറവി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ യുദ്ധമൂലവും അല്ലാതെയും അനാഥത്വവും ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ ജനവിഭാഗം ഇന്ന് നമ്മുടെ ഭൂമിയിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഒരു ചെറിയ സ്നേഹ സന്ദേശം സ്കിറ്റിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. ദൈവമേ, ഇന്ന് ഒരു കഷ്ണം ബ്രെഡേ കിട്ടിയുള്ളൂ. ഞങ്ങൾ 2 പേരുടെ വിശപ്പടക്കാൻ ഇത് മതിയാവില്ലല്ലോ. ചാച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാത്തിനും ദൈവം വഴി കാണും. അനിയത്തിയെ കാണുന്നില്ലല്ലോ. സ്കൂളിൽ നിന്നും വരേണ്ട സമയം കഴിഞ്ഞു. വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഹായ് ചേച്ചി. ഹായ് മോളെ, എന്തൊക്കെയുണ്ടായിരുന്നു ഇന്ന് സ്കൂളിൽ വിശേഷങ്ങൾ? വിശേഷമൊക്കെ പിന്നെ പറയാം ചേച്ചി. എനിക്ക് വിശക്കുന്നു. ഇന്ന് എന്താണ് കഴിക്കാനുള്ളത്? ഇന്ന് ചേച്ചി ജോലിക്ക് പോയിട്ട് ഒരു കഷ്ണം ബ്രെഡ് മാത്രമേ കൂലിയായി കിട്ടിയുള്ളൂ. അയ്യോ, എനിക്ക് നന്നായി വിശക്കുന്നു ചേച്ചി. സാരമില്ല, ആ ബ്രെഡ് മോള് കഴിച്ചോ. അപ്പോൾ ചേച്ചിക്ക് വിശക്കില്ലേ? ചേച്ചി ഇന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാം. ചേച്ചിക്ക് അത് മതി. ചേച്ചി, എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീയും അതിൽ നിറയെ പല നിറങ്ങളിലുള്ള ലൈറ്റുകളും ഉണ്ട്. പിന്നെ അവർക്ക് ഒരുപാട് സമ്മാനങ്ങളും കിട്ടി. ആണോ? കൊള്ളാമല്ലോ. ചേച്ചി, നമ്മൾ അനാഥരല്ലേ? അനാഥർ ദൈവത്തിൻ്റെ മക്കളല്ലേ? പിന്നെ ദൈവം എന്താ നമുക്ക് സമ്മാനങ്ങൾ തരാത്തത്? തരും മോളെ. നമ്മൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് ജീവിച്ചാൽ ദൈവം നമുക്ക് സമ്മാനങ്ങൾ തരും. ദൈവം നേരിട്ടായിരിക്കില്ല സമ്മാനങ്ങൾ തരുന്നത്, വേറെ ആളുകൾ വഴി നമുക്ക് സമ്മാനങ്ങൾ തരും. ചേച്ചി, ദൈവം ഇന്ന് എനിക്ക് കുറച്ച് പൈസ തന്നു. പൈസയോ? പൈസ. അതെങ്ങനെ? ഞാൻ സ്കൂളിൽ നിന്നും വരുന്ന വഴി കണ്ണു കാണാത്ത ഒരു ചേച്ചിയുടെ ബാഗിൽ നിന്നും കുറച്ച് പൈസ തറയിൽ വീണു. അത് ആരും കാണാതെ ഞാൻ എടുത്തു. അപ്പോൾ അത് ദൈവം തന്നതാകുമല്ലേ? അയ്യോ, എന്നിട്ട് നീ ആ പൈസ എന്ത് ചെയ്തു? അതെൻ്റെ ബാഗിലുണ്ട്. ആ പൈസ കൊണ്ട് ഇന്ന് നമുക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാം. മോളെ, അന്യരുടെ വസ്തുക്കൾ മോഹിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ? പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്തത്? ചേച്ചി സ്കൂളിൽ പോലും പോകാതെ ജോലിക്ക് പോയി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഒരു സഹായമാകട്ടെ എന്ന് കരുതി എടുത്തതാണ്. സാരമില്ല, നമുക്ക് പോയി അവരെ കണ്ടുപിടിച്ച് പൈസയും തിരികെ കൊടുത്ത് ക്ഷമയും പറഞ്ഞിട്ട് വരാം. ബാ. ചേച്ചി, ബ്രെഡ് കഴിച്ചിട്ട് പോയാൽ പോരെ? പോരാ, തെറ്റുകൾ അപ്പോൾ തിരുത്തി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ വീണ്ടും തെറ്റുകളിലേക്ക് പോവാൻ അതിടയാകും. ചേച്ചി, ധരിക്കുന്ന ചേച്ചിയുടെ ബാഗിൽ നിന്നുമാണ് എനിക്ക് പൈസ കിട്ടിയത്. ആണോ? എന്നാൽ അവരെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. അതെ, ഒന്നിങ്ങോട്ട് വരുമോ? എന്നെയാണോ? അതെ. എന്താ? എൻ്റെ അനുജത്തിക്ക് ഒരു തെറ്റ് പറ്റി. നിങ്ങളുടെ ബാഗിൽ നിന്നും കുറച്ച് പൈസ താഴെ വീണായിരുന്നു. അവൾ അത് എടുത്തുകൊണ്ട് വന്നു. തിരികെ തരാനും ക്ഷമ പറയാനുമാണ് വിളിച്ചത്. അതെയോ? ഞാൻ അറിഞ്ഞില്ല. അവൾ കുഞ്ഞാണ്, അവളോട് ക്ഷമിക്കണം. മോളെ, ആ പൈസ തിരികെ കൊടുക്ക്. സാരമില്ല, തെറ്റുകൾ തിരുത്തി മോൾ ജീവിച്ചാൽ വലിയ കുട്ടിയാകുമ്പോൾ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു നല്ല കുട്ടിയായി തീരും. ശരി, ഞാൻ പോകട്ടെ. ചേച്ചി, ഇനി നമുക്ക് ആ ബ്രെഡ് കഴിച്ചാലോ? ശരി, കഴിക്കാം.
കുട്ടികളെ, നിങ്ങളിവിടെ എന്ത് ചെയ്യുക? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. ഞാനൊന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. എനിക്കും കൂടെ കുറച്ച് ഭക്ഷണം തരുമോ? ഇല്ല, ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. മോളെ, അങ്ങനെ പറയരുത്. വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കണം, എന്നിട്ടേ നമ്മൾ കഴിക്കാവൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 3 പേർക്കും കൂടെ ഇത് വീതിച്ച് കഴിക്കാം. എന്നാൽ ശരി, വീതിച്ചതാ. ഒരു നിമിഷം. ഞങ്ങൾ കൂട്ടുകാർ കുറച്ച് നാളുകളായി നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ സത്യസന്ധതയും നന്മയും ഒക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ഞങ്ങളോടൊപ്പം ആയിരിക്കും. ഞങ്ങളുടെ പാരൻസ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ്. ഇനി മുതലുള്ള ക്രിസ്മസ് നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. വാ കൂട്ടുകാരെ, നമുക്ക് ആഘോഷിക്കാം. ഞാനും കൂടി നിങ്ങളുടെ കൂടെ കൂടട്ടെ. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun